നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവിയോടെ തുടക്കം. സ്വന്തം മൈതാനത്ത് കൊച്ചിയിൽ പഞ്ചാബ് FC 2-1 ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. അവർക്ക് വേണ്ടി ലുക്ക മൈസനും മെഴ്സലാക്കുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ പുതിയ സ്ട്രൈക്കർ ഹീസസ് ഹിമനസിന്റെ വകയായിരുന്നു. കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ അഡ്രിയാൻ ലൂണയെ കൂടാതെയാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരുന്നത്. മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കോമെ പെപ്ര, ഒപ്പം രാഹുൽ KPയും നൗസ് അദ്വയും ഐമനും ഇതായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിര. മറുഭാഗത്ത് ലൂക്ക മൈസനെ പുറത്തിരുത്തി ബക്കേങ്കയും അതുപോലെ മെഴ്സലാക്കും ചേർന്നുകൊണ്ട് മുന്നേറ്റങ്ങൾ നയിക്കുന്ന രൂപത്തിലാണ് പഞ്ചാബ് FC കളിക്കളത്തിലേക്ക് വന്നത്. ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനമൊന്നും നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിരാശാജനകമാണ്. ഏതായാലും രണ്ടാം പകുതിയിൽ മാറ്റങ്ങൾ വരുത്തി കോച്ച് ഹീസസ് ഹിമനസിനെ കളിക്കളത്തിലേക്ക് വിട്ടു. അതുപോലെ ഐമനെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പൊസിഷനിലേക്ക് വിപിൻ വന്നു. വിപിൻ മധ്യനിരയിലും പിന്നെ ഇടതുപാർശ്വത്തിലേക്ക് നൗസ് അദ്വയി മാറുകയും ചെയ്തപ്പോഴാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണങ്ങൾക്ക് കുറച്ചുകൂടി ഒരു മികവ് വന്നത്. പക്ഷേ അതിനിടക്ക് 86-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ലൂക്ക മൈസൻ ഗോളാക്കി മാറ്റിക്കൊണ്ട് പഞ്ചാബ് FCയെ മുന്നിലെത്തിച്ചു. സഹീഫിന്റെ ഒരു ഫൗളാണ് ആ ഒരു പെനാൽറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. എന്നാൽ 90 മിനിറ്റ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ പ്രീതമിന്റെ കിടിലൻ ഒരു ബോളിൽ നിന്ന് പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ഹീസസ് ഹിമനസ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒപ്പം എത്തിച്ചതാണ്. മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് കരുതിയ ഘട്ടത്തിൽ മെഴ്സലാക്കിന്റെ ഗോൾ വിറക്കുന്നു. ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതെ വന്നപ്പോഴാണ് അത് സംഭവിച്ചത്. ലൂക്ക മൈസൻ കൊടുത്ത പന്തിൽ നിന്ന് ഏതാണ്ട് ഒഴിഞ്ഞ് കയറി വന്ന മെഴ്സലാക്ക് പന്ത് വലയിലേക്ക് എത്തിച്ചു. അതിനുശേഷം പിന്നീട് ലൂക്ക മൈസനും രാഹുലും തമ്മിലുണ്ടായിട്ടുള്ള കുട്ടിയിടി, അതിനെ തുടർന്നുള്ള യെല്ലോ കാർഡുകൾ, ഇതെല്ലാം സംഭവിച്ചു. മത്സരം ഒരു ലേറ്റ് ഡ്രാമ എന്ന രൂപത്തിൽ അവസാന ഘട്ടത്തിൽ പല സംഭവ വികാസങ്ങൾ. ഒടുവിൽ ബ്ലാസ്റ്റേഴ്സിന് നിരാശ, 2-1 പരാജയം സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.